നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 ഓരോ കുട്ടിക്കും ലഭിച്ച മാർക്കിനനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റിൻ്റെയും കാറ്റഗറിയുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ MBBS BDS പ്രവേശനത്തിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൻ്റെ പ്രൊവിഷണൽ ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിലാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കേരളത്തിലെ 20 സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളുടെയും 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും MBBS സീറ്റുകളിലേക്കും 6 ഗവൺമെൻറ് BDS കോളേജ്, 18 സെൽഫ് ഫിനാൻസിംഗ് BDS കോളേജുകളിലോട്ടുള്ള അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാധുവായ പരാതികളൊക്കെ പരിഹരിച്ചതിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെയോടുകൂടി ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും 12-ാം തീയതിക്കുള്ളിൽ നേരത്തെ പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം 12-ാം തീയതിക്കുള്ളിൽ വിവിധ കോളേജുകളിൽ ചെന്ന് പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യാം. നാളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ MBBSനാണെങ്കിലും BDSനാണെങ്കിലും ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ആദ്യ 3 ഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിലനിൽക്കണമെങ്കിൽ നിർബന്ധമായും അവസാന തീയതിക്ക് മുമ്പ് ആ കോളേജിൽ ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നൽകി മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഈ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് അലോട്ട് ചെയ്തിട്ട് ആ കോളേജിൽ പ്രവേശനം നേടിയില്ല എങ്കിൽ ഇനി കേരളത്തിൻ്റെ MBBS BDS അലോട്ട്മെൻറ്റിൽ തുടർന്നുള്ള 3 അലോട്ട്മെൻറ്റുകളിൽ നമ്മളെ പരിഗണിക്കുകയില്ല. എന്നാൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ള കോഴ്സുകൾക്ക് പരിഗണിക്കുന്നതിനോ ബിഫാമിന് പരിഗണിക്കുന്നതിനോ MBBS BDSന് തന്നെ 4-ാം ഘട്ടത്തിൽ പരിഗണിക്കുന്നതിനോ അത് തടസ്സവുമല്ല. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ തുടർന്നുള്ള 2 അലോട്ട്മെൻറ്റുകളിൽ 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കുകയും ചെയ്യും. കോളേജ് മാറ്റം ലഭിക്കുകയാണെങ്കിൽ 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് വരെ നമുക്ക് മാറുവാനുമുള്ള സാഹചര്യമുണ്ട്. ഓൾ ഇന്ത്യയിലോട്ടാണെങ്കിലും 3-ാം ഘട്ടത്തിൽ വരെ നമുക്ക് മാറുവാനുള്ള സാഹചര്യം നിലവിലുണ്ട്. കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ പ്രൊവിഷണൽ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റായിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റായിട്ടാണ് ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓരോ റാങ്കിനും അനുസരിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറിനും ഒക്കെ അനുസരിച്ച് റാങ്കിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അനുസരിച്ച് നമുക്കത് കണ്ടുപിടിക്കുന്നതിനും എളുപ്പമുണ്ട്. ഏത് കാറ്റഗറിയാണ് കാൻഡിഡേറ്റിൻ്റെത്, അതുപോലെ തന്നെ കോളേജിൻ്റെ പേര്, ഏത് കോഴ്സാണ്, MBBS ആണോ BDS ആണോ, അത് അലോട്ട് ചെയ്തിരിക്കുന്ന കാറ്റഗറി എന്നിവയാണ് ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കുട്ടിയുടെ കാറ്റഗറി ഏതാണെങ്കിലും അലോട്ടഡ് കാറ്റഗറി ഏതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആദ്യത്തെ 9 എണ്ണം വരെ നമുക്ക് ജനറൽ മെറിറ്റിൽ, സ്റ്റേറ്റ് മെറിറ്റിലോ അല്ലെങ്കിൽ റിസർവേഷനിലോ ഒക്കെ തരാമോ നോക്കിയിട്ടായിരിക്കും 10ാമത്തത് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലരെങ്കിലും പറയും, ഞാൻ MU കാറ്റഗറി ആയിരുന്നു, മുസ്ലിം കാറ്റഗറി ആയിരുന്നു, അല്ലെങ്കിൽ ഈഴവ കാറ്റഗറി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിലാണ്, എന്നെ റിസർവേഷനിൽ പരിഗണിച്ചില്ല എന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് കിട്ടിയിരിക്കുന്നതിനേക്കാളും മുകളിലുള്ള എല്ലാ ഓപ്ഷനിലും സ്റ്റേറ്റ് മെറിറ്റിലും റിസർവേഷനിലും നമുക്ക് തരാമോ എന്ന് പരിശോധിച്ചു. ഈ 2 രീതിയിലും നമുക്ക് തരാൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഓപ്ഷൻ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാറ്റഗറി പരിഗണിച്ചില്ല എന്നല്ല അർത്ഥം. പരിഗണിച്ചിരുന്നു, അതിൽ തരാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ അലോട്ട്മെൻറ്റ് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നത് എന്ന് പറഞ്ഞ് ഇനി നിങ്ങളെ അടുത്ത 2 ഘട്ടത്തിലും ജനറൽ മെറിറ്റായിട്ടും റിസർവേഷൻ അനുസരിച്ച് പരിഗണിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ എടുത്തെന്നോർത്തും അവിടെ അപാകതയില്ല. തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിലും നിങ്ങളുടെ കാറ്റഗറി പരിഗണിക്കും. അപ്പോൾ ഇതാണ് അലോട്ടഡ് കാറ്റഗറി. ഈ അലോട്ടഡ് കാറ്റഗറി വരുമ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് കാണാം, SM. ആ SMൽ തന്നെ EZ എന്ന് കാണിച്ചാൽ ഈ കുട്ടിക്ക് 215 റാങ്ക് ആയിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കിട്ടാനുള്ള അർഹതയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സീറ്റ് അലോട്ടഡ് ആയിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെയാണ്. പക്ഷേ ഈഴവ കാറ്റഗറി ആയതുകൊണ്ടാണ്
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടിയത്. അപ്പോൾ ഇത് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റായിട്ടാണ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഒരു ഈഴവ കാറ്റഗറി ഉള്ളത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ 676 റാങ്ക് കഴിഞ്ഞിട്ട് ഒരു സീറ്റ് ഫ്ലോട്ടിംഗ് സീറ്റ് FL ആയിട്ട് മറ്റൊരു കാറ്റഗറിക്കാരന് കൊടുക്കുകയും ചെയ്യും. ഇവിടെ SMMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിലാണ് ഈ സീറ്റ് അലോട്ടഡ് ആയിരിക്കുന്നത്. കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി മുസ്ലിമാണ്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ റാങ്ക് കഴിഞ്ഞിട്ട് ഒരു ഫ്ലോട്ടിംഗ് സീറ്റ് ഒരു MU കാറ്റഗറിക്ക് അനുവദിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൽ തീർന്നിരിക്കുന്ന റാങ്ക് അനുസരിച്ച് നമ്മളുടെ കാറ്റഗറിയുടെ റിസർവേഷനുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു സീറ്റ് ലഭിക്കുമെന്നാണ് അർത്ഥം. കാരണം 676 വരെ കിട്ടാനുള്ളവർക്കെല്ലാം സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു സീറ്റ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നല്ലോ. പക്ഷേ റിസർവേഷൻ അനുസരിച്ച് ബെറ്റർ ചോയ്സ് കൊടുത്തു എന്നർത്ഥം. അപ്പോൾ SMMU എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൽ അനുവദിച്ചു, കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി MU. അങ്ങനെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ 676 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് FL എന്ന് കാണാം. FL എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് സീറ്റ് എന്നാണ്. നമുക്ക് മൊത്തം 1756 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 256 സീറ്റ് 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോയി. ബാക്കിയുള്ള സീറ്റുകളിൽ 50% സ്റ്റേറ്റ് മെറിറ്റിലും ബാക്കിയുള്ളത് വിവിധ കാറ്റഗറികൾക്കായിട്ടുമാണ് അനുവദിക്കുന്നത്. അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ തീർന്നിരിക്കുന്ന 676 റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസർവേഷൻ കാറ്റഗറിക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ സീറ്റ് കൊടുത്തു. അതിനുശേഷം ആ സ്റ്റേറ്റ് മെറിറ്റിൽ എത്ര റിസർവേഷൻകാരുണ്ടോ അവരുടെയാണ് FL ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് MU ആയിട്ട് തന്നെയാണ് ഈ സീറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം സ്റ്റേറ്റ് മെറിറ്റിൽ എത്ര കുട്ടികൾ അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ റിസർവേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാറ്റഗറിയുടെ റിസർവേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടോ അത്രയും പേർക്ക് FL ആയിട്ട് കിട്ടും. അത് ഫ്ലോട്ടിംഗ് സീറ്റ് എന്നാണ് FL എന്ന് പറഞ്ഞ അർത്ഥം. അത് കാറ്റഗറി റിസർവേഷൻ തന്നെയാണ്. 676 കഴിഞ്ഞിട്ട് 8% മുസ്ലിംസിനും 9% ഈഴവയ്ക്കും, അത് EWS ആണെങ്കിലും SC/ST ഒക്കെ ആണെങ്കിലും അനുവദിക്കും. ഇനി അടുത്ത രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഈ 676 എന്നുള്ളത് 900 മാറിക്കഴിഞ്ഞാൽ 900 കഴിഞ്ഞിട്ടുള്ള അത്രയും റിസർവേഷൻ കാറ്റഗറിക്കാർക്കും സീറ്റ് ലഭിക്കുമെന്നാണ് അർത്ഥം. FL എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് എന്നാണ് അർത്ഥം. അത്രയും കുട്ടികൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ സീറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മീനിങ്. സെൽഫ് ഫിനാൻസിങ് മേഖലയിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് AM എന്ന കാറ്റഗറി കാണാം, ഓൾ ഇന്ത്യ മെറിറ്റ്. നമ്മൾ കീമിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ കീമിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ കേരളത്തിലുള്ള വിദ്യാർത്ഥികളെയും കേരളത്തിന് പുറത്തുള്ള നോൺ കേരളൈറ്റ്സിനുമായിട്ടുള്ള വിദ്യാർത്ഥികളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആ റാങ്ക് അനുസരിച്ച് ആദ്യം എല്ലാ വിദ്യാർത്ഥികളെയും ഓൾ ഇന്ത്യ മെറിറ്റിലാണ് പരിഗണിക്കുന്നത്. ഇത് ഓൾ ഇന്ത്യ കോട്ടയല്ല, കേരളയുടെ വെബ്സൈറ്റ് വഴി തന്നെ കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. കേരളത്തിലെ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കാൻ വേണ്ടി കേരളത്തിലെ കുട്ടികളും വെളിയിലുള്ള കുട്ടികളെയും കൂടെ കൂട്ടി ഒരു റാങ്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതാണ്. 15% കേരളത്തിന് പുറത്തുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിനകത്ത് അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല, ഒരു 15-16 പേരെ ഉണ്ടാവുകയുള്ളൂ. അത് വലിയ കേരളത്തിലുള്ള കുട്ടികൾക്ക് വലിയ നഷ്ടമൊന്നുമല്ല. പക്ഷേ AM എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് മെറിറ്റ് തന്നെയാണ്. അല്ലാതെ ഇത് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റോ നമ്മളെ സ്റ്റേറ്റ് മെറിറ്റിൽ പരിഗണിക്കാത്തതോ അല്ല, ഓൾ ഇന്ത്യ മെറിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. കേരള എൻട്രൻസ് കമ്മീഷൻ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ച് തന്നെ നടത്തിയതാണ്. പക്ഷേ ഇതിനകത്ത് ഈ മെറിറ്റിനകത്ത് കേരളത്തിന് പുറത്തുള്ള കുട്ടികളും ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് കേരളൈറ്റ്സ് അല്ലാത്തവരും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ മെറിറ്റിലാണ് എപ്പോഴും എല്ലാ കോളേജുകളിലും ആദ്യം പരിഗണിക്കുന്നത്. ഓൾ ഇന്ത്യ മെറിറ്റിൽ തരാൻ നിവൃത്തിയില്ലെങ്കിലാണ് സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റ് തരുന്നത്. അങ്ങനെ നമുക്ക് ഇന്ന് 3 മണി വരെ നമുക്ക് ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നോക്കിയിട്ട്, ഇന്നിപ്പോൾ നമ്മുടെ പ്രൊഫൈൽ വന്നിട്ടില്ല, പ്രൊഫൈൽ വരണമെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ പ്രസിദ്ധീകരിക്കണം. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി മാത്രമേ ഓരോ കാൻഡിഡേറ്റിൻ്റെയും പ്രൊഫൈൽ പേജിൽ ഏത് കോളേജാണ് അലോട്ടഡ് എന്നുള്ളതും നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷർക്ക് അടയ്ക്കേണ്ട തുകയും വരികയുള്ളൂ. ആ തുക അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കാം. OEC SC ST വിഭാഗമാണെങ്കിൽ അവർ പൈസ അടയ്ക്കേണ്ടതായിട്ടില്ല, അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. ഫീസ് അടയ്ക്കേണ്ടാത്ത വിഭാഗങ്ങൾ SC ST OEC വിഭാഗങ്ങൾ KN KU വിഭാഗത്തിനൊന്നും ഫീസ് അടയ്ക്കാനായിട്ടില്ല. അപ്പോൾ അവർ ഫീസ് റെസിപ്റ്റ് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. ആദ്യം അടച്ച തുകയുടെ ഫീസ് റെസിപ്റ്റ് കിട്ടുകയുമില്ല. രണ്ടാമത് നമ്മളിപ്പം നാളെ മുതൽ അടയ്ക്കുന്ന തുകയുടെയാണ് ഫീസ് റെസിപ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കേരളയുടെ വെബ്സൈറ്റിൽ നിന്നും നാളെ മുതൽ അലോട്ട്മെൻറ്റ് മെമ്മോ, ഫീസ് അടച്ച റെസിപ്റ്റ്, അതുപോലെ തന്നെ കേരള ഡേറ്റ ഷീറ്റ്, മെഡിക്കലിൻ്റെ ഡേറ്റ ഷീറ്റ്, ഈ 3 പ്രിൻ്റ് ഔട്ട് നാളെ മുതൽ എടുത്ത് നമുക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ കോളേജിൽ പ്രവേശനം ഉറപ്പാക്കാനായിട്ട് സാധിക്കും.
ലാസ്റ്റ് ഡേറ്റ് അവസാന തീയതിക്ക് മുമ്പ് തന്നെ എല്ലാവരും അതാത് കോളേജുകളിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് മുഴുവൻ തുകയും അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. ഈ അലോട്ട്മെൻറ്റിൽ എത്ര റാങ്ക് വരെയുള്ളവർക്കാണ് പ്രവേശനം കിട്ടിയെന്ന് അറിയാനായിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനകത്ത് മെഡിക്കലിൻ്റെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയുടെയും ഏത് അലോട്ട്മെൻറ്റ് വരെ ലഭിച്ചു എന്നുള്ളത് വ്യക്തമാവും. അതനുസരിച്ച് നമ്മൾ നോക്കിയാൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഗവൺമെൻറ് MBBS സീറ്റ് 676 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് കിട്ടിയിരിക്കുന്നത്. ആ കുട്ടിയുടെ മാർക്ക് 560 മാർക്കായിരുന്നു. EWS കാറ്റഗറിയിൽ 2839 വരെ കേരള മെഡിക്കൽ റാങ്കിനും 162 കാറ്റഗറി വരെയുള്ള കുട്ടിക്കും 521 മാർക്കുകാരനുമാണ് ഗവൺമെൻറ് MBBS സീറ്റ് ലഭ്യമായത്. ഈഴവ വിഭാഗം എത്തുമ്പോഴേക്കും കേരള മെഡിക്കൽ റാങ്ക് 1642, കാറ്റഗറിയിൽ 232 ആൾ, മാർക്ക് 538. മുസ്ലിം വിഭാഗം എത്തുമ്പോൾ കേരള മെഡിക്കൽ റാങ്ക് 904, 379 കാറ്റഗറി 554 മാർക്ക്. ലാറ്റിൻ കാത്തലിക്സ് 3367, കാറ്റഗറിയിൽ 52 ആൾ, മാർക്ക് 515. ധീവര വിഭാഗം എത്തുമ്പോൾ 6514 കേരള മെഡിക്കൽ റാങ്ക് വരെയും കാറ്റഗറിയിൽ 27 ആൾ, 486 വരെയാണ് ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിരിക്കുന്നത്. വിശ്വകർമ്മ വിഭാഗം എത്തുമ്പോഴേക്കും 2556 കേരള മെഡിക്കൽ റാങ്ക് വരെയും 37 കാറ്റഗറി വരെയും 525 മാർക്കിനുമാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിന് 1892 കേരള മെഡിക്കൽ റാങ്ക്, 63 കാറ്റഗറി 534 മാർക്ക്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വരുമ്പോൾ 2674 കേരള മെഡിക്കൽ റാങ്കും 17 കാറ്റഗറിയും 523 മാർക്കും. SC ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിന് 14458 വരെയും കാറ്റഗറിയിൽ 205 ആൾക്ക് വരെയും 419 മാർക്കിനും ഗവൺമെൻറ് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചു. ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം വരുമ്പോൾ 24188 വരെയും കാറ്റഗറിയിൽ 33 ആൾക്ക് വരെയും 332 മാർക്കിനും MBBS പ്രവേശനം ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ ലഭിച്ചു. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ 8739, കഴിഞ്ഞ വർഷം 8200 വരെ പോയ സീറ്റിലായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് ഇല്ലായിരുന്നു. അതിനുശേഷമാണ് പിംസ് വരുന്നത്. ഈ വർഷം പിംസ് ആദ്യം തന്നെ ഉണ്ട്, 100 സീറ്റേ ഉള്ളെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ 8739 റാങ്ക് വരെ കേരള മെഡിക്കലിന് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പ്രവേശനം ലഭിച്ചു. മാർക്ക് 468. EWS കാറ്റഗറിയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 15464 കേരള മെഡിക്കൽ റാങ്ക് വരെ 772 കാറ്റഗറി 411 മാർക്ക് വരെയുള്ളവർക്കും സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റിന് പ്രവേശനം ലഭിച്ചു. ഈഴവ കാറ്റഗറിയിൽ കേരള മെഡിക്കൽ റാങ്ക് 9169ഉം 1247 കാറ്റഗറിയിലും 464 മാർക്ക്. മുസ്ലിം മൈനോറിറ്റിയിൽ 10494 കേരള മെഡിക്കൽ റാങ്ക് വരെയും 3365 കാറ്റഗറി 453 മാർക്ക് 453 മാർക്ക്. ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നമ്മുടെ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളിൽ 11173 വരെയും 1252 കാറ്റഗറി വരെയും 447 മാർക്ക് വരെയും ആദ്യഘട്ടത്തിൽ തന്നെ പ്രവേശനം ലഭിച്ചു. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ 17141 വരെ 311 കാറ്റഗറി വരെ 396 മാർക്ക് വരെ ആദ്യഘട്ടത്തിൽ പ്രവേശനം ലഭിച്ചപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ 28517 കേരള മെഡിക്കൽ റാങ്ക് 60 കാറ്റഗറി 291 മാർക്ക് വരെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റിന് പ്രവേശനം ലഭിച്ചു. കേരളത്തിലെ 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 21,65,000 രൂപയുടെ NRI സീറ്റ് 34,781 കേരള മെഡിക്കൽ റാങ്ക് 616 കാറ്റഗറി 228 മാർക്കിന് വരെയും ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചു. പ്രൊവിഷണൽ ലിസ്റ്റാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഓരോ കോളേജുകളുടെയും ലാസ്റ്റ് റാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 616 വരെയും എറണാകുളം മെഡിക്കൽ കോളേജിൽ 670 വരെയും കോഴിക്കോട് 175 കേരള മെഡിക്കൽ റാങ്ക് വരെയും കൊല്ലത്ത് 667, പരിയാരം 643, കോട്ടയം 466, മഞ്ചേരി 676 വരെ, തൃശ്ശൂർ 449 വരെ, തിരുവനന്തപുരം 287 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് MBBS സീറ്റിന് സ്റ്റേറ്റ് മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത്. എന്നാൽ 3 കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കുട്ടികളില്ല എന്ന് കാണാം. അത് ഈ കോളേജുകളിൽ പ്രവേശനം നടത്താത്തതല്ല, ഇവിടെ റിസർവേഷൻ വരുന്നത്
ഫ്ലോട്ടിംഗ് സമ്പ്രദായമാണ്. അതായത് മൊത്തം 1500 സീറ്റുകൾക്ക് ഇത്ര ശതമാനം റിസർവേഷനുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ കോളേജുകളുടെ പ്രയോറിറ്റി പ്രിഫറൻസ് ഓർഡർ 99% ഒരേ രീതിയിൽ വെക്കുന്നത് കൊണ്ടാണ് ചില കോളേജുകളിൽ മെറിറ്റിൽ കുട്ടികളില്ലാത്തത്. എന്നാൽ ഈ കോളേജൊക്കെ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ, ഓൾ ഇന്ത്യ കോട്ട വഴി സ്റ്റേറ്റ് മെറിറ്റിലൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫ്ലോട്ടിംഗ് സംവിധാനം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പ്രിഫറൻസ് ഓർഡർ ഏതാണ്ട് ഒരുപോലെ വെക്കുന്നത് കൊണ്ടുമാണ് ചില കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കുട്ടികളില്ലാത്തത്. അത് ആ കോളേജിൽ അങ്ങനെ ആയതുകൊണ്ടല്ല, മൊത്തം സീറ്റുകളുടെ റിസർവേഷൻ നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചില കോളേജുകളിൽ അനുവദിക്കാത്തത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അത് പ്രിഫറൻസ് ഓർഡർ വെക്കുന്നതും ഏതാണ്ട് ഒരുപോലെ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഒരേ കോളേജുകൾ ആദ്യം എല്ലാവരും വെക്കുമ്പോൾ അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ കൂടുതൽ കുട്ടികൾ വരും. അങ്ങനെ വന്നു 50% സ്റ്റേറ്റ് മെറിറ്റ് ഒരു പർട്ടിക്കുലർ കോളേജ് വരുമ്പം തീർന്നു പോകും. 50% സ്റ്റേറ്റ് മെറിറ്റ് തീർന്നു പോകും. പിന്നെ റിസർവേഷൻ കാറ്റഗറിക്കാരാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ചില കോളേജുകൾ സ്റ്റേറ്റ് മെറിറ്റ് കാണിക്കാത്തത്. എന്നാൽ ബാക്കി എല്ലാ കാറ്റഗറി എല്ലായിടത്തും ഉണ്ട് താനും. അങ്ങനെ ഓരോ കോളേജിൻ്റെ കാറ്റഗറി നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓരോ സ്പെഷ്യൽ കാറ്റഗറി, സ്പോർട്സ്, NCC, എക്സ് സർവീസ്മെൻ, അങ്ങനെയുള്ള ഓരോ കാറ്റഗറിയുടെയും സ്പെഷ്യൽ റിസർവേഷൻ നമുക്കിവിടെ കാണുകയും ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വരുമ്പോൾ നമുക്ക് അൽ-അസർ തൊടുപുഴ 8300 റാങ്ക്, അതുപോലെ അമല മെഡിക്കൽ കോളേജ് 2199, അസീസിയ 6608, ബിലീവേഴ്സ് 3128, മൂപ്പൻസ് 8031, MES 3058, ഗോകുലം 3654, ജൂബിലി മിഷൻ 1867, KMCT 4977, PK ദാസ് 7894, കരുണ 7083, കോലഞ്ചേരി 2568, മലബാർ മെഡിക്കൽ കോളേജ് 5239, മൗണ്ട് സിയോൺ 7493, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8739. ഇതാണ് സ്റ്റേറ്റ് മെറിറ്റിൽ തീർന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക്. പുഷ്പഗിരി 2722, ശ്രീനാരായണ 6606, സോമർവൽ 5218, SUT 5859, ട്രാവൻകൂർ 4511. ഇങ്ങനെയാണ് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് കാണുന്നത്. ഇവിടെയും ഓരോ കാറ്റഗറിയുടെയും റാങ്ക് കാണാം. AC എന്ന് പറയുന്നത് ഓൾ ക്രിസ്ത്യൻ, നമ്മുടെ 7 ക്രിസ്ത്യൻ കോളേജുകളിലെ ഓൾ ക്രിസ്ത്യൻ കാറ്റഗറി. AM എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ മെറിറ്റ്, വെളിയിലുള്ള കുട്ടികളെയും കൂടെ കൂട്ടിയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഓൾ ഇന്ത്യ മെറിറ്റ്. NR എന്ന് പറയുന്നത് NRI. NC എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ള NRI സീറ്റാണിത്. NRI സീറ്റാണ്, ക്രിസ്ത്യൻ ആണെന്ന് മാത്രം. അതുപോലെ തന്നെ മുസ്ലിംസിനാണെങ്കിലും MM എന്ന് കാണാം, അത് മുസ്ലിം മൈനോറിറ്റി സീറ്റാണ്. NM എന്ന് കാണുന്നത് മുസ്ലിം മൈനോറിറ്റി കോളേജുകളിലെ NRI സീറ്റുകളാണ്. അങ്ങനെ നമുക്ക് ഓരോ കോളേജുകളുടെയും ലാസ്റ്റ് റാങ്ക് കാണാം. ഇനി BDSൻ്റെ കോളേജുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കിയാൽ 6 ഗവൺമെൻറ് BDS കോളേജുകളാണുള്ളത്. ആലപ്പുഴയിൽ 3473 വരെയും, കോഴിക്കോട് 2478 വരെയും, പരിയാരത്ത് 3461 വരെയും, കോട്ടയത്ത് 3396 വരെയും, തൃശ്ശൂരിൽ 3240 വരെയുമാണ് BDSന് ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് BDS കോളേജ് വരുമ്പോഴേക്കും ഏതാണ്ട് 23463 വരെ സ്റ്റേറ്റ് മെറിറ്റിലുള്ളവർക്കാണ് സെൽഫ് ഫിനാൻസിങ് BDS ആദ്യഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അതും വിവിധ കാറ്റഗറികളുടെ ലാസ്റ്റ് റാങ്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 23463 വരെയാണ് BDSന് 3,30,000 രൂപയ്ക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ മിക്കവാറും നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി അത് പ്രസിദ്ധീകരിക്കും. പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ കേരള എൻട്രൻസ് കമ്മീഷനുള്ള തുക നമുക്ക് അടയ്ക്കാം. നമ്മൾ 5000 രൂപയാണ് അടച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് MBBS ആണെങ്കിൽ ബാക്കി 18,500 രൂപ, ഗവൺമെൻറ് BDS ആണെങ്കിൽ ബാക്കി 15,000 രൂപ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിൽ ബാക്കി 95,000 രൂപ, 95,000. സെൽഫ് ഫിനാൻസിങ് BDS ആണെങ്കിലും 95,000 രൂപ. അത്രയും എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി അടയ്ക്കണം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ ഈ പ്രൊഫൈൽ പേജിൽ നിന്ന് ലഭിക്കുന്ന ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ കാൻഡിഡേറ്റിൻ്റെ പേരുള്ള ചെല്ലാൻ ഉണ്ടാവും. ആ ചെല്ലാൻ എടുത്തിട്ട് തിരഞ്ഞെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് എൻട്രൻസ് കമ്മീഷനുള്ള തുക അടയ്ക്കാം. NRI സീറ്റാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 4,95,000 രൂപയാണ് എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ടത്. അതിനുശേഷം കേരളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ പേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയും.
നിലവിൽ നേരത്തെ അലോട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന പ്രകാരം 12-ാം തീയതി വൈകുന്നേരത്തിനുള്ളിലാണ് അഡ്മിഷൻ എടുക്കേണ്ടിരുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ കോട്ട 18-ാം തീയതി വരെ നീട്ടിവെച്ചതുകൊണ്ടും AFMC അഡ്മിഷനായിട്ട് പല കുട്ടികളും AFMC പൂനെയിലുള്ളതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് നീട്ടിവെക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാലും നോട്ടിഫിക്കേഷൻ കൃത്യമായി നോക്കി മനസ്സിലാക്കി ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ആ കിട്ടിയ കോളേജിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഒരു സെറ്റ് കോപ്പിയും മുഴുവൻ തുകയുമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ ഇപ്പോൾ കിട്ടിയ കോളേജിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് പരിഗണിക്കുന്നതിനായി ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. നമ്മൾ ചേരുന്ന കോളേജുകളിലല്ല നമ്മൾ വില്ലിങ്നെസ് പറയേണ്ടത്. കേരളത്തിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പോഴാണ് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും വെക്കേണ്ടത്. എന്നാൽ ഒന്നാമത്തെ സീറ്റ് തന്നെ കിട്ടിയവർക്ക്, ഇപ്പോൾ കോഴിക്കോടാവാം, തിരുവനന്തപുരമാകാം, അല്ലെങ്കിൽ കോട്ടയമാകാം, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ആകാം, ഒന്നാമത്തെ സീറ്റ് തന്നെ നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഫീസ് അടയ്ക്കുകയും അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ കേരള വെബ്സൈറ്റിൽ പ്രവേശിക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ ഒരു സീറ്റും ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും പരിഗണിക്കുന്നതിനായി ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. അതുപോലെ ഓരോ കോളേജിൻ്റെ വെബ്സൈറ്റിലും ഇപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്, ഏത് ഓർഡറിലാണത് എടുക്കേണ്ടത്, അതിൻ്റെ കോപ്പി എന്നുള്ളതിനെക്കുറിച്ചും അടയ്ക്കേണ്ട തുകയെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും, കോട്ടയം ആണെങ്കിലും, ഏത് കോളേജ് ആണെങ്കിലും, സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിലും ആ കോളേജുകളുടെ വെബ്സൈറ്റുകൾ നോക്കി കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി ഓർഡറിൽ അടുക്കി വെക്കണം. അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം, ഒരു സോഫ്റ്റ് കോപ്പിയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണെങ്കിൽ ബാക്കിയുള്ള തുക, ഇപ്പം 8,16,000 രൂപയുള്ളൊരു കോളേജിലാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ എൻട്രൻസ് കമ്മീഷർക്ക് അടച്ചു, ബാക്കി 7,16,000 രൂപയാണ് നമ്മൾ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ആ തുക DD ആയിട്ടാണെങ്കിൽ DD എടുക്കേണ്ട അഡ്രസ്സ്, അല്ല അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ RTGS അക്കൗണ്ട് നമ്പറൊക്കെ അതാത് കോളേജ് വെബ്സൈറ്റുകളിലാണ് പ്രസിദ്ധീകരിക്കുക. സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 80,000 മുതൽ 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം എത്രയാണോ കോളേജുകളിൽ അടയ്ക്കേണ്ടത് ആ തുകയും വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. അതിനനുസരിച്ചാണ് നിങ്ങൾ കോളേജുകളിൽ ചെന്ന് ഫീസുകൾ അടയ്ക്കേണ്ടത്. അതും ചെക്കായിട്ടോ DD ആയിട്ടോ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ നിങ്ങൾക്ക് അടയ്ക്കാം. ഗവൺമെൻറ് കോളേജുകളിൽ ഇപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന 25,000-ന് പുറമെ ഏതാണ്ട് 10,000-ത്തിനടുത്തുള്ള തുകയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. അതൊക്കെ ഓരോ കോളേജിലും അവരുടെ വെബ്സൈറ്റിലുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. നിങ്ങൾ ഓരോ കോളേജുകളിലും പോകുമ്പോൾ, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ കോളേജാണെങ്കിലും ഒരുമിച്ച് അവർക്കൊരു ഓറിയൻറ്റേഷൻ നടത്താൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും. 7-ാം തീയതിന്നോ 8-ാം തീയതിന്നോ 11-ാം തീയതിന്നോ ഒക്കെ പറയും. ഞായറാഴ്ച ഉൾപ്പെടെ അഡ്മിഷൻ ഉണ്ട്. പക്ഷേ ഞായറാഴ്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കാണില്ല. നമ്മുടെ ഈ MBBSൻ്റെ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമ്മൾ വെരിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു ദിവസത്തെ ഒരു നീണ്ട പ്രോസസ്സാണ്. അതിന് ധാരാളം സമയമെടുക്കുന്നതാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ കയറി ഇറങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്തിട്ട് തിരിച്ചു പോരാൻ പറ്റുന്നതല്ല. ഞായറാഴ്ച വർക്കിംഗ് ആയിരിക്കും, പക്ഷേ ഞായറാഴ്ച പല ഡിപ്പാർട്ട്മെൻറ്റുകളും ചിലപ്പോൾ ഉണ്ടായേക്കില്ല. അതൊക്കെ നിങ്ങൾ കോളേജ് അധികാരികളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഞായറാഴ്ച അഡ്മിഷന് പോകാവുള്ളൂ. ഞായറാഴ്ച അഡ്മിഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്, പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കാണാറില്ല. എങ്കിലും അതൊക്കെ നിങ്ങൾ കോളേജുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പർട്ടിക്കുലർ ഒരു ഡേറ്റ് പല കോളേജുകളും പറയും. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ കോഴിക്കോടൊക്കെ നിങ്ങൾ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഒരു ഡേറ്റ് പറയും. അത് ഒരുമിച്ചൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അവർ പ്രധാനപ്പെട്ട അഡ്മിഷൻ്റെ നടപടിക്രമങ്ങളെല്ലാം പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ ദിവസം നിങ്ങൾ ചെന്നില്ലെങ്കിലും പറ്റുമെങ്കിൽ ആ ദിവസത്തിൽ ചെല്ലുക. കാരണം കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ കോമൺ ആയിട്ടുള്ള ദിവസം തന്നെ ചെല്ലുക. ഇനി അത് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കില്ല. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. പക്ഷേ കേരളത്തിൻ്റെ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ ഇനി MBBSൻ്റെയും BDSൻ്റെയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. 4-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പുതിയതായി അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ഒരു അലോട്ട്മെൻറ്റും ലഭിച്ചിട്ടില്ലെങ്കിലും 2-ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ നിങ്ങളുടെ നിലവിലുള്ള ഓപ്ഷനുകൾ പരിഗണിക്കും. എന്നാൽ 2-ാം ഘട്ടത്തിലോ 3-ാം ഘട്ടത്തിലോ പുതിയതായി ചോയ്സുകൾ വെക്കാൻ അനുവദിക്കുകയുമില്ല.
MBBSൻ്റെയും BDSൻ്റെയും ഈ ഒന്നാം ഘട്ടം തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദത്തിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ കേരള എൻട്രൻസ് കമ്മീഷണർ ആരംഭിക്കും. അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗിൻ്റെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ ഇപ്പോൾ കേരള വെബ്സൈറ്റിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 രൂപ അടയ്ക്കാൻ കാണുന്നത് എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എഞ്ചിനീയറിംഗിന് നിലവിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ വീണ്ടും 2000 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ മൂന്നാമത് നിങ്ങൾ ഓപ്ഷൻ കൊടുത്താൽ നിലവിലുള്ള അവിടെ ഓപ്ഷൻ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിലവിലുള്ള എഞ്ചിനീയറിംഗ് സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്നാൽ മെഡിക്കലിലോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുത്തവർക്കും കോളേജിൽ പോയി ചേർന്നവർക്കും ഒക്കെ മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികളിലോട്ട് തുടർന്ന് പോവുകയും ചെയ്യാം. കേരള മെഡിക്കലിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്ന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ, ഡേറ്റ ഷീറ്റ്, ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് എന്നിവ ആക്റ്റീവ് ആകും. അപ്പോൾ മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഫീസ് അടയ്ക്കാൻ ആവുകയുള്ളൂ. എന്നാൽ OEC, SC, ST, KN, KU വിഭാഗക്കാർക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ലാത്തതിനാൽ അവർ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയാകും. ബാക്കിയുള്ള കൂടുതൽ വിവരങ്ങളുമായി വൈകുന്നേരം ലൈവ് സെക്ഷനിൽ കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.